അബി സ്റ്റോക്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് 2026 ജനുവരി 29. പുതുവർഷം പിറന്നിട്ട് ഇന്നേക്ക് 29 ദിവസം. ഈ 29 ദിവസത്തിൽ കേരളത്തിലാണെങ്കിൽ നടന്നിട്ടുള്ള ആത്മഹത്യ, കുട്ടികളുടെ ആത്മഹത്യ ഒരു 15-ൽ കൂടുതലാണ്. ന്യൂസിൽ റിപ്പോർട്ട് ചെയ്ത ആത്മഹത്യ 15-ൽ കൂടുതലാണ്. ഈ കുട്ടികൾ ആത്മഹത്യ ചെയ്യുന്നത് ഇപ്പോൾ ഒരു ട്രെൻഡായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ കൂടുതലൊന്നും ന്യൂസുകളിലോ വാർത്താ ചാനലിലോ ഇതൊന്നും കാണുന്നില്ല. എല്ലാവരും രാഹുൽ മാങ്കൂട്ടത്തിൻ്റെയും എല്ലാവരും സ്വർണത്തിൻ്റെയൊക്കെ പിറകെയാണ്. എന്തുകൊണ്ട് കുട്ടികളുടെ ഈ ആത്മഹത്യ നിങ്ങൾ ആരും ചർച്ച ചെയ്യുന്നില്ല? അത് വളരെ ചെറിയൊരു ന്യൂസ് മാത്രം കാണിച്ചിട്ട് എന്തുകൊണ്ട് അത് ആരും ശ്രദ്ധിക്കുന്നില്ല, അല്ലെങ്കിൽ ശ്രദ്ധിക്കപ്പെടുന്നില്ല? ഭാവി തലമുറയായിട്ടുള്ള കുട്ടികളുടെ ആത്മഹത്യ, നിരന്തരമുള്ള ആത്മഹത്യ അന്വേഷിക്കേണ്ടതല്ലേ? അല്ലെങ്കിൽ ചർച്ചാ വിഷയങ്ങളാവേണ്ട ഒന്നല്ലേ? പ്രിയപ്പെട്ട മാധ്യമങ്ങളോട് ഒരു ചോദ്യമാണ്. നിങ്ങൾക്ക് ഈ കുട്ടികളുടെ കാര്യത്തിൽ ഒരു ചിന്തയും ഇല്ലേ? വിഷയത്തിലോട്ട് വരാം. ചോറ്റാനിക്കരയിൽ, എറണാകുളം ജില്ലയിലെ ചോറ്റാനിക്കരയിലെ ആദിത്യ എന്ന കുട്ടിയുടെ മരണത്തെക്കുറിച്ചാണ് ഞാനിപ്പോൾ പറയാനായിട്ട് ഉദ്ദേശിക്കുന്നത്. ഒരുപാട് മരണങ്ങൾ നമ്മൾ കണ്ടു. പക്ഷേ ഈ ഒരു മരണം ഏറ്റവും കൂടുതൽ ഞെട്ടിച്ചതായിരുന്നു. തനിക്കറിയാവുന്നുള്ള ഒരു കൊറിയൻ സുഹൃത്ത്, സുഹൃത്ത്, ബോയ് ഫ്രണ്ട് എന്ന് വേണമെങ്കിലും പറയാം. ഈ സുഹൃത്ത് ജനുവരി 19 എങ്ങാണ്ടോ മരിച്ചു. ആ വേദന താങ്ങുവാൻ വയ്യാതെ ഈ കുട്ടി ആത്മഹത്യ ചെയ്തു എന്നാണ് വാർത്ത വന്നേക്കുന്നത്. ഇതിൽ എത്രത്തോളം സത്യമുണ്ട് എന്ന് ഈ പറയുന്ന എനിക്കോ ഈ വീഡിയോ കാണുന്ന നിങ്ങൾക്കോ അറിയില്ല. 4 പേജുള്ള ഒരു ആത്മഹത്യക്കുറിപ്പ് ആ കുട്ടിയുടെ ബാഗിൽ നിന്ന് കണ്ടെടുത്തു എന്ന് മാധ്യമങ്ങൾ പറയുന്നുണ്ട്. ഈ കൊറിയൻ യുവാവും ഈ ഒരു പെൺകുട്ടിയും തമ്മിൽ എങ്ങനെ അടുത്തു? ഇൻസ്റ്റഗ്രാം വഴി ആണ് പരിചയപ്പെട്ടത് എന്ന് മാധ്യമങ്ങളും എല്ലാവരും പറയുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ അവർ ഉപയോഗിച്ച ലാംഗ്വേജ് ഏതായിരിക്കും? അങ്ങനെ ചോദിക്കുകയാണെങ്കിൽ നമുക്ക് ഇംഗ്ലീഷിൽ സംസാരിക്കാം എന്നുള്ളത് നമുക്ക് വ്യക്തമായിട്ട് നമുക്ക് പറയാം. എന്നിരുന്നാലും പരസ്പരം കാണാതെ, പരസ്പരം അറിയാതെ എങ്ങനെ ഈ കുട്ടി ഈ കൊറിയൻ യുവാവുമായിട്ട്, അല്ലെങ്കിൽ കൊറിയയിലെ ഈ വ്യക്തിയുമായിട്ട് അടുപ്പത്തിലായി, അല്ലെങ്കിൽ ഇഷ്ടത്തിലായി? എങ്ങനെ ഈ പെൺകുട്ടി, ഈ കൊറിയൻ യുവാവ് മരിച്ചു എന്ന വാർത്ത അറിഞ്ഞു? അതെങ്ങനെ ഈ കുട്ടി അറിഞ്ഞു? ശരിക്കും ഇതൊരു കൊറിയക്കാരൻ തന്നെ ആണോ, അതോ ഏതെങ്കിലും ഫേക്ക് അക്കൗണ്ട് ആണോ? നോർമലി ചോറ് കഴിക്കുന്ന മലയാളികൾക്ക് എല്ലാവർക്കും മനസ്സിലാവുന്നൊരു കാര്യമാണ്, ഇത് ശരിക്കും കൊറിയൻകാരനായിരിക്കില്ല, ഏതെങ്കിലും ഒരു മലയാളി ആകാനായിരിക്കും സാധ്യത. ഏതോ ഒരു ഫേക്ക് അക്കൗണ്ടിൽ തുടങ്ങിയ ആ കുട്ടിയെ കണ്ടാലേ അറിയാം, ഒരു പാവപ്പെട്ട കുട്ടി, എന്ത് പറഞ്ഞാലും വിശ്വസിക്കുന്ന ഒരു കുട്ടി ആയിരിക്കും. അങ്ങനെ അവർ പ്രണയിച്ചു. ഈ കുട്ടി ആത്മഹത്യ ചെയ്തു. അതിന്റെ കേസ്, ആത്മഹത്യ ചെയ്തു എന്ന് പറയുന്നതിൽ ഒരു ചെറിയൊരു തിരുത്തുണ്ട്. അതിനി അന്വേഷിക്കുന്നുണ്ട്. അത് തെളിഞ്ഞാലേ ആത്മഹത്യയാണോ അതോ ആരെങ്കിലും ആ കുട്ടിയെ കൊന്നതാണോ എന്നൊക്കെ നമുക്ക് അറിയാൻ പറ്റണമെങ്കിൽ അതിന്റെ കറക്റ്റായിട്ടുള്ള അന്വേഷണവും ഒക്കെ നമുക്ക് നേരിട്ട് കാണണം. മീൻസ് നമുക്ക് അന്വേഷണത്തിന്റെ റിപ്പോർട്ടുകളൊക്കെ നമുക്ക് കിട്ടിയാൽ മാത്രമേ നമുക്ക് അതിനെക്കുറിച്ച് പറയാൻ പറ്റൂ. എനിക്കൊരു ചോദ്യം രക്ഷകർത്താക്കളോട് ചോദിക്കാറുണ്ട്, കുട്ടികളുടെ രക്ഷകർത്താക്കളോട്. ഞാനും കുട്ടികളെ പഠിപ്പിക്കുന്ന ഒരു അധ്യാപകനായതുകൊണ്ട് തന്നെ എനിക്കും കുറച്ച് കാര്യങ്ങൾ നിങ്ങളോട് ചോദിക്കാനുണ്ട്. നിങ്ങളുടെ കുട്ടികൾ ഉപയോഗിക്കുന്ന മൊബൈൽ ഫോണുകൾ നിങ്ങൾ പരിശോധിക്കാറില്ലേ? നിങ്ങളുടെ ഫോണാണോ നിങ്ങളുടെ കുട്ടികൾക്ക് ഉപയോഗിക്കാനായിട്ട് കൊടുക്കുന്നത്? നമ്മളൊക്കെ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഈ ഫോണൊന്നുമില്ല, എന്നാലും ഒരുവിധം ഫോണൊക്കെ ഉണ്ട്. ഇപ്പം ഞാനൊക്കെ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്തായാലും എൻ്റെ ഫ്രണ്ട്സ് പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്തായാലും എന്തായാലും ഒരു ഉപയോഗിക്കുന്ന ഫോൺ എന്താണ്, അതിൽ ഉപയോഗിക്കുന്നത് എന്താണ്, അത് എടുക്കുന്നത് എന്താണ്, കാണുന്നത് എന്താണ്, ചെയ്യുന്നത് എന്നൊക്കെ നോക്കാനായിട്ട് രക്ഷകർത്താക്കൾക്ക് സമയമില്ല. ഇപ്പോഴത്തെ രക്ഷകർത്താക്കൾക്ക് ഒന്നിനും സമയമില്ല. എന്ത് ചെയ്യാനാണ്? ഇപ്പോൾ ഞാൻ തന്നെ പഠിപ്പിച്ചൊരു കുട്ടി എന്നോട് പറയാണ്, ചേട്ടാ ഗ്രൂപ്പിലിടുന്ന മെസ്സേജ് ഒന്നും നമുക്ക് കാണാൻ പറ്റുന്നില്ല, കാരണം അമ്മ ഫോൺ കയ്യിൽ തരുന്നില്ല. നമുക്ക് പഠിക്കണ്ടേ, അമ്മ കയ്യിൽ ഫോൺ തരുന്നില്ല എന്ന് പറഞ്ഞ് കുറേ കുട്ടികളെ എനിക്കറിയാം. നിങ്ങളുടെ കുട്ടികൾക്ക് ഫോൺ കൊടുക്കണ്ട, പക്ഷേ പഠിത്തത്തിന്റെ കാര്യത്തിൽ മാത്രം ഫോണ് നിങ്ങളുടെ കുട്ടികൾക്ക് കൊടുക്കുക, ഓൺലൈൻ ക്ലാസ്സിനോ എന്തെങ്കിലും മാത്രം. പിന്നെ വേറൊരു കാര്യം ചോദിക്കാനുള്ളത്, നിങ്ങളുടെ കുട്ടികൾ ആൺകുട്ടിയായാലും പെൺകുട്ടിയായാലും ഡോർ അടച്ച് കുറ്റിയിടുമ്പോൾ നിങ്ങൾ എന്തിനാണ് കുറ്റിയിടുന്നത് എന്ന് ചോദിക്കാറില്ലേ? പ്രിയപ്പെട്ട രക്ഷകർത്താക്കളെ, നിങ്ങളോടാണ് ചോദിക്കുന്നത്.
ഡോർ അടച്ച് കുറ്റിയിട്ട് അവർ പഠിക്കുകയോ അല്ലെങ്കിൽ ഫോണിൽ നോക്കുകയോ ചെയ്യേണ്ട എന്താ ആവശ്യമാണുള്ളത്? ഡോറ് ലോക്ക് ചെയ്യേണ്ട എന്താ ആവശ്യം? ഡോർ അടയ്ക്കേണ്ട എന്താ ആവശ്യം? സ്വന്തം വീട്ടിലാണല്ലോ, പിന്നെ എന്തിനാണ് ഡോർ അടയ്ക്കേണ്ട ആവശ്യം? ബാലരാമപുരത്ത് ഒരു പയ്യൻ മരിച്ച സമയത്ത് ആ പയ്യൻ കുളിമുറിയിൽ കയറി ആത്മഹത്യ ചെയ്തു. ഒരു പെൺകുട്ടിയുടെ വീട്ടിൽ അച്ഛനും അമ്മയും ഉണ്ടായിട്ട് ഈ പെൺകുട്ടി റൂമിൽ കയറി സൂയിസൈഡ് ചെയ്തു, ആത്മഹത്യ ചെയ്തു. അച്ഛനും അമ്മയും ഉണ്ടായിരുന്ന സമയത്താണ് ആ കുട്ടി ആത്മഹത്യ ചെയ്തത്. ആലോചിക്കുക, അച്ഛനും അമ്മയും ഉണ്ടായിരുന്ന സമയത്ത്. ഇവർക്ക് എന്താണ് വീട്ടിൽ ചെയ്യുന്നത്? കുട്ടികളുടെ കാര്യം ശ്രദ്ധിക്കാതെ, അല്ല വേണമെങ്കിൽ ശ്രദ്ധിച്ചാൽ മതി, അവസാനം കരയേണ്ടി വരുന്നത് നിങ്ങളാണ്. ഇപ്പോഴത്തെ കണ്ടീഷൻ അനുസരിച്ച് കരയേണ്ടി വരുന്നത് നിങ്ങളാണ്. ഓക്കെ, കുട്ടികളുടെ ആത്മഹത്യ ട്രെൻഡ് കൂടി വരുന്നു. അതിന് ഗവൺമെൻറ് എന്തെങ്കിലും ഒരു പരിഹാരം ഉണ്ടാക്കണം. ഗവൺമെൻറ് എന്തെങ്കിലും പരിഹാരം ഉണ്ടാക്കണം എന്ന് ഞാൻ പറയുന്നത്, ഇങ്ങനെയുള്ള ക്ലാസ്സുകൾ കൊടുക്കുക, ക്ലാസ്സുകൾ കൊടുക്കുക. എല്ലാ കുട്ടികളുടെയും മൊബൈൽ രക്ഷകർത്താക്കൾ ചെക്ക് ചെയ്യുക. കാക്കയ്ക്ക് തൻകുന്ന് പൊൻകുന്ന്, എൻ്റെ മോൾ അങ്ങനെ ചെയ്യില്ല, എൻ്റെ മോൻ അങ്ങനെ ചെയ്യില്ല എന്ന് പറയുന്ന നിങ്ങളൊരു കാര്യം ഓർക്കുക, നിങ്ങളുടെ മോൻ അല്ലെങ്കിൽ നിങ്ങളുടെ മകളായിരിക്കും ഏറ്റവും പ്രശ്നക്കാർ. സോ കണ്ണടച്ചാരെയും വിശ്വസിക്കേണ്ട ആവശ്യമില്ല. ശ്രദ്ധിക്കുക, ഇല്ലെങ്കിൽ അവസാനം നിങ്ങൾ തന്നെ കരയേണ്ടി വരും. ഇനി ആത്മഹത്യകൾ തുടർന്നുകൊണ്ടേയിരിക്കും. പ്രണയനൈരാശ്യം, അങ്ങനെ പല രീതിയിലുള്ള ആത്മഹത്യ തുടർന്നുകൊണ്ടേയിരിക്കും. ഓക്കെ, അപ്പോൾ ആത്മഹത്യാ പ്രേരണകളും ആത്മഹത്യകളും കൂടി വരുന്ന കേരളം, തിരുവനന്തപുരം ജില്ലയിലാണെന്ന് തോന്നുന്നു ഏറ്റവും കൂടുതൽ ആത്മഹത്യ നടത്തുന്നത്. എന്തായാലും ആ ആദിത്യക്ക് നീതി കിട്ടട്ടെ. ആദിത്യ എന്ന ആ കൊച്ചുകുട്ടിയുടെ മരണത്തിന് കാരണക്കാരായ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർ എത്രയും പെട്ടെന്ന് തന്നെ പിടിക്കപ്പെടട്ടെ. ആൻഡ് താങ്ക് യു.